ഒരു തുരുത്തടുത്തുണ്ടെങ്കിൽ അത് പിടിച്ച് കയറാം, അല്ലെങ്കിൽ ഒന്നിടയ്ക്ക് നിന്ന് നോക്കും. നമ്മുടെ നില കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത് അത്യാവശ്യമാണ്. അതിൽ അൻവറിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അൻവറിനെ സംബന്ധിച്ച് അൻവറിന് മത്സരിക്കാൻ ഒരു സീറ്റ് എന്നുള്ളതിനപ്പുറം വേറെ അതിൽ വല്ല സീനിയറായിട്ടുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാർട്ടി സെറ്റപ്പിലേക്കോ അൻവർ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അൻവറിൻ്റെ സീറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഏവർക്കും നിലപാടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പോയ വാരവും രാഷ്ട്രീയ സംഭവങ്ങളാലും മറ്റു സംഭവങ്ങളാലും ഒട്ടേറെ വിഷയങ്ങൾ നിറഞ്ഞൊരു വാരമായിരുന്നു കടന്നുപോയത്. പോയ വാരത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നമ്മളോട് നിലപാട് പങ്കുവെക്കുകയാണ് NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ NA മുഹമ്മദ് കുട്ടി. നമസ്കാരം സാർ. ഇവിടെ PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് ഒരുപാട് സർപ്രൈസുകളുണ്ടായിരുന്നു. കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നു. ഒരുപക്ഷെ ഇടതുപക്ഷമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം കുറേ കാലമെടുത്തു ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് അൻവർ. ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിലേക്കാണ്. എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? നമ്മളൊരു പുഴ നീന്തി കിടക്കുമ്പോൾ അവശനാകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കയറണം. ഒരു തുരുത്തടുത്തുണ്ടെങ്കിൽ അത് പിടിച്ച് കയറാം, അല്ലെങ്കിൽ ഒന്നിടയ്ക്ക് നിന്ന് നോക്കും. നമ്മുടെ നില കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത് അത്യാവശ്യമാണ്. അതിൽ അൻവറിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി. അതിനുശേഷം സ്വയം അദ്ദേഹത്തിന് കുറേ ആളുകൾ ഒപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഇലക്ഷനിൽ നിന്നു. അത് നമ്മളൊക്കെ വിചാരിച്ച് പാലക്കാട് പിൻവലിച്ച പോലെ തന്നെ ചേലക്കരയും പിൻവലിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. എന്തായാലും ഒരു 3000-ഓളം വോട്ടുകൾ അദ്ദേഹം അവിടെ സമാഹരിച്ചു. പിന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ അത്തരത്തിൽ ഏതെങ്കിലും ഈ പറയുന്ന ഒരു തുരുത്ത് ആവശ്യമായ ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അതിന് മുഖ്യ കാരണം ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒതായിലെ മനാഫിനെ കൊന്ന കേസിൽ അൻവർ പ്രതിയായിരുന്നു, 2ാം പ്രതിയായിരുന്നു. അത് അദ്ദേഹത്തിനെ ഒന്ന് ഒഴിവാക്കിയെങ്കിലും ഇപ്പോൾ സർക്കാർ കൊടുത്ത അതിനെതിരെ നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയിൽ കേസ് കിട്ടില്ല. അപ്പം മുസ്ലിം ലീഗിലേക്ക് വരുന്നു എന്ന് ഒരു ബോധ്യം പത്രമാധ്യമങ്ങളിലൂടെയും ബാക്കിയൊക്കെ വന്നപ്പോൾ ഈ മനാഫിൻ്റെ കുടുംബം നേരിട്ട് തങ്ങളെ പോയി കണ്ടുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിലേക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ അവരെല്ലാം തീർച്ചയായിട്ടും എതിർത്തു, ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു വെൽക്കം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നിലമ്പൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, അവിടെ നിന്നാണ് ജയിച്ചിട്ടുള്ളത്. നിലമ്പൂരിലെ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് അടക്കം, ഇത് DCCയുടെ അടക്കം അതിന് അങ്ങനെ ഒരു നിലപാട് എടുക്കരുത് എന്ന് KPCCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഈ പറയുന്ന ഒരു തുരുത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ DMK ആണെങ്കിൽ നടന്നില്ല. അതിന് അദ്ദേഹം തീർച്ചയായും ഇത്തരത്തിൽ മമതാ ബാനർജിയുമായി ചേർന്ന് പോകാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അദ്ദേഹം പലരുമായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഇനി അതാണ് ബെസ്റ്റ് എന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്തു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്നത് വന്നപ്പോൾ തന്നെ ചേലക്കരയിലുള്ള ആളുകളൊക്കെ അധികം ആളുകളും കോൺഗ്രസ്സുമായിട്ടുള്ള, കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് തന്നെ ആയതുകൊണ്ട് അങ്ങനത്തെ ആൾ. അപ്പോൾ അവർക്ക് മുസ്ലിം ലീഗിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലാത്തതുണ്ടായിരുന്നു. മാത്രമല്ല UDFിലേക്ക് തന്നെ താല്പര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ ഈ DMK എന്നൊരു പുതിയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അവർ എല്ലാം ഒരുമിച്ച് കൂടിയത്. അത് നടക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൂടി അൻവറിനുണ്ട്. അപ്പോൾ അവരെ കൂടി രക്ഷപ്പെടുത്താൻ അൻവർ കണ്ട ഒരു വഴി ഇത് മാത്രമുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. ഇവിടെ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും CPM-ഉം
കോൺഗ്രസും എല്ലാം ഇതേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പിന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ച് ബംഗാൾ CPM-നെ തകർത്ത് അവർ അധികാരത്തിലേക്ക് വന്ന ഒരാൾ. സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലാണെങ്കിലും മമത ചെയ്തതുപോലെ CPM-നെ മുച്ചോടും നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൊണ്ടാണോ അൻവർ മമതയോട് കൈകോർത്തത്? ഇല്ല, അങ്ങനെയൊന്നും കണക്കാക്കണ്ട. അൻവറിന് തീർച്ചയായിട്ടും CPM-നോട് വലിയ എതിർപ്പുണ്ട്. അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ അത് ഇപ്പോഴും CPM-ന് എതിരെ ഞാൻ പണി കൊടുക്കും എന്നുള്ള എനിക്ക് തന്നെയാണല്ലോ പറയുന്നത്. അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മമതയുമായി ചേരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ. പക്ഷേ വേറെ ഒരു പാർട്ടികളിലും അങ്ങനൊരു അദ്ദേഹത്തെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് ചെല്ലുന്നതിന് ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ പോലും ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമേ വഴിയുള്ളൂ എന്നാണ്. ആദ്യം പറഞ്ഞതിലൊരു കറക്ഷനും കൂടിയുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ന് അപ്രസക്തമായിട്ടുണ്ട്. കാരണം ഉദ്ധവ് താക്കറെ ഓൾറെഡി BJP സംസാരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെ കൂടെ നിൽക്കുന്ന 10 MP-മാരിൽ 8 MP-മാർ ഓൾറെഡി അജിത് പവാറുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഡൽഹിയിലാണെങ്കിൽ അവർ ഓൾറെഡി ആപ്പിനെ സഹായിക്കുന്ന പറയുന്നത്, കോൺഗ്രസിനല്ല, ഇന്ത്യ മുന്നണി. അതിപ്പോൾ TMC അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലുള്ള വ്യത്യസ്ത നിലപാടുകളാണ് ആ മുന്നണിയിൽ എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്നണി ആക്ച്വലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇലക്ഷൻ ഓരോ ഇതിൽ വരുമ്പോൾ മുന്നണി ഇല്ലാത്ത അവസ്ഥയുള്ളത്. നേരിട്ട് അൻവറിനെ UDF-ലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് UDF-ലേക്ക് എത്താനുള്ള ഒരു കുറുക്ക് വഴി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം. തീർച്ചയായിട്ടും അത് നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ഇത്തരത്തിൽ ഒരു അൻവറിനെ സംബന്ധിച്ച് അൻവറിന് മത്സരിക്കാൻ ഒരു സീറ്റ് എന്നുള്ളതിനപ്പുറം വേറെ അതിൽ വല്ല സീനിയറായിട്ടുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാർട്ടി സെറ്റപ്പിലേക്കോ അൻവർ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അൻവറിൻ്റെ സീറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ തെരഞ്ഞെടുപ്പിന് 1.5 വർഷക്കാലം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ LDF ആവട്ടെ UDF ആവട്ടെ, രണ്ട് മുന്നണികളും അവരുടെ മുന്നണികൾ വിപുലീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം UDF മാണി കോൺഗ്രസിനെയും RJD-യും ഒക്കെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. BDJS-ഉം UDF പാളയത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ തരുന്നുണ്ട്. ചില പാർട്ടികൾ അപ്പുറത്ത് LDF-നോടും ഇപ്പം അങ്ങ് NCPയുടെ അധ്യക്ഷൻ ഏതെങ്കിലും മുന്നണി സമീപിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് NCP കിടക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, ഞങ്ങൾ കേരളത്തിൽ ഒരു മുന്നണിയുടെ ഭാഗം ഇപ്പോൾ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു മുന്നണിയെ പറ്റി ഇതുണ്ടെങ്കിൽ മുന്നണി ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ മാത്രം മതി. അല്ലാതെ അങ്ങോട്ട് പോയിട്ട് ഈ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പാർട്ടിയെ അതിനു മുമ്പായിട്ട് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. അതിലുള്ള പ്രവർത്തനം ഞങ്ങൾ പലൊന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തീർച്ചയായും പാർട്ടി നല്ല നിലയ്ക്ക് ശക്തിപ്പെട്ടു വരും. അതിന് ശേഷം മാത്രം പഞ്ചായത്ത് ഇലക്ഷനിൽ കുറച്ച് സീറ്റുകൾ നേടിയതിന് ശേഷം മാത്രം മതി അത്തരത്തിൽ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇതേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സമീപകാലത്തൊക്കെ NCPയുടെ ജില്ലകളിലടക്കം വലിയ തോതിലുള്ള പരിപാടികൾ നടക്കുന്നു. മാത്രമല്ല ഒരു കാലത്തും ഇല്ലാത്ത പോലെ ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഉൾപ്പെടെ NCPയിലേക്ക് കടന്നു വരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ഏതെങ്കിലും ഒരു മുന്നണിയുടെ മുന്നിൽ ഒരു വലിയ ശക്തിയായി മാറുക എന്നതാണ് ഉദ്ദേശം. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ UDF-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും നിർണായകമാണ്. തീർച്ചയായും. കാരണം LDF ഒരു സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് എന്നുള്ളതിലേക്ക് ആലോചിക്കുന്നു. UDF-നെ സംബന്ധിച്ച് ഇനിയൊരു കാത്തിരിപ്പിന് പറ്റില്ല, അത് നിർബന്ധമായിട്ടും ഭരണം കിട്ടിയേ പറ്റുള്ളൂ എന്ന അവസ്ഥയിലാണ്. അപ്പോൾ നല്ല ടൈറ്റ് ഇതിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അണികളുള്ള നല്ലൊരു പാർട്ടിയെ അവരൊരിക്കലും ഈ രണ്ട് മുന്നണിയും അത് അകറ്റി നിർത്താൻ ആ അവസരത്തിൽ ശ്രമിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ. അപ്പോൾ അതിലേക്ക് എത്തുക നമ്മൾ തീർച്ചയായും ഈ ആ മുന്നണിയിലേക്ക് NCPയെ ക്ഷണിച്ചാൽ അവർക്ക് കൊണ്ട് മെച്ചമുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ, ബോധ്യമില്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുന്നണി പ്രവേശനത്തിന് ഒരു പ്രശ്നമില്ല, അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ CPM പാർട്ടി സമ്മേളനം പുരോഗമിക്കുകയാണ്. ഈ പാർട്ടി സമ്മേളനത്തിനിടയിൽ കുട്ടനാട് MLA-യും NCPSൻ്റെ നേതാവുമായ തോമസ് കെ തോമസിനെതിരെ വലിയൊരു വിമർശനം ഉണ്ടായിരിക്കുകയാണ്. മണ്ഡലത്തിന് തെക്കും വടക്കും പോലും അറിയാത്ത ആളാണ്, കരാറുകാരിൽ നിന്നും സ്ഥിരമായി പണം പറ്റുന്നു. ഇത് ആലപ്പുഴയിലെ CPM
CPM-മാർക്കിടെ മാത്രം ഉയർന്ന ഒരു വികാരമാണോ, അതോ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായിക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? അങ്ങക്ക് എന്താണ് തോന്നുന്നത്? അല്ല, കഴിഞ്ഞ ഇലക്ഷനിലും 2021 ഇലക്ഷനിലും തോമസ് ചാണ്ടിക്ക് ശേഷം, തോമസ് ചാണ്ടി പറയുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതിലാണ് അവിടുത്തെ മണ്ഡലം പിടിച്ചെടുത്തതും അതിന് മുമ്പും അദ്ദേഹം ആളുകളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ തോമസ് ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. പിന്നെ പ്രതീക്ഷകളുണ്ടായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള, കാരണം പാർട്ടിയിലുള്ള തീരുമാനമുണ്ടായിരുന്നു. അത് പല കാരണങ്ങളെ കൊണ്ട് അറിയാലോ ഇന്നത്തെ അവസ്ഥയിലെത്തി. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് തോമസ് ചാണ്ടി അവിടെ കൈവിട്ട്, അദ്ദേഹം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2 കോടി ചിലവാക്കിക്കൊണ്ട് കുടിവെള്ള പദ്ധതി വരെ കൊടുക്കുന്നുണ്ട്. സ്ഥലം, ആ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം അദ്ദേഹം സ്വന്തം പോക്കറ്റിന് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിച്ചിട്ടാണ് അവിടെ പദ്ധതി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു കഴിവും തോമസിനില്ല. അപ്പോൾ ഈ കുട്ടനാടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവിടെ എന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവരുടെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് ഒപ്പം നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മാത്രമല്ല എല്ലാ പാർട്ടികളിലും എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിലാഗ്രഹമുള്ള ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് അങ്ങനെ സീറ്റ് കിട്ടുകയാണെങ്കിൽ CPM കിട്ടാൻ മത്സരിക്കാം, പിടിച്ചെടുക്കാം എന്നുള്ള ചിന്ത ഉണ്ട്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ജില്ലാ സമ്മേളനങ്ങളിൽ അത് പുറത്തേക്ക് വരുന്നത്. അത് CPM പാലയിൽ ചെയ്തെന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജയിച്ച MLA-നെയാണ് അവിടെ സീറ്റ് കൊടുക്കാതെ വീണ്ടും മത്സരം വന്നിട്ട് കാപ്പനവിടെ പിന്നീട് UDF പോയിട്ട് ജയിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ഈ വലിയ പാർട്ടികൾ എപ്പോഴും ചെറിയ പാർട്ടികളെ എങ്ങനെയെങ്കിലും ചെയ്തുകൊണ്ട് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് ശ്രമിക്കും എന്നുള്ളത് ഇല്ല. പക്ഷേ എനിക്കറിയില്ല കുട്ടനാട്ടിലെ ശരിക്ക് പറഞ്ഞാൽ എങ്ങനെ വരുമെന്നുള്ളത്. മനസ്സിലായോ? അതെ, ഇവിടെ തോമസിനെതിരായിട്ടൊരു അജണ്ട സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെ ശശീന്ദ്രൻ നടത്തുന്നു എന്നൊരു തോന്നൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ശശീന്ദ്രൻ കുറേ വർഷങ്ങളായിട്ട് MLA ആയിട്ടുള്ള, മാത്രമല്ല കണ്ണൂരിൽ നിന്നാണ്, അവർ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ബന്ധങ്ങളെ ശരിക്കും ഉപയോഗിച്ചുകൊണ്ടാണ് ശശീന്ദ്രൻ നിലനിൽക്കുന്നത്. സത്യത്തിൽ ഒരു പാർട്ടി ഇതോടുകൂടി നശിക്കുകയാണ്. ഇപ്പോൾ ശശീന്ദ്രനോടുകൂടി NCP നശിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കാണ് വീണ്ടും വരുന്നത്. ഈ അങ്ങനെ വരുമ്പോൾ ഏലത്തൂർ സീറ്റും CPM-ന് കിട്ടുകയാണ്. ഇതോടുകൂടി ഏലത്തൂർ NCP കഴിഞ്ഞു. അപ്പോൾ NCPക്ക് ഇനി കേരളത്തിലെവിടെയും ഇപ്പോൾ ആകെ കോട്ടക്കൽ മത്സരിച്ച് ഞാനും ഏതാണ്ട് ഇത് ഇപ്പോൾ NCPയുടെ നമ്മൾ LDFിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണല്ലോ അവിടെ മത്സരിച്ച്. ഇപ്പോൾ LDFിൻ്റെ ഭാഗമല്ല, മാറി നിൽക്കുകയാണ് ഒരു മുന്നോട്ടില്ലാതെ. അപ്പം അതുകൊണ്ട് ഞാൻ കാണുന്നത് NCPക്ക് അടുത്തതിൽ എവിടെയും ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല. അതുകൂടി ആ പാർട്ടി നശിക്കും. LDFിൻ്റെ ഭാഗത്ത് നിന്ന ആളുകളൊക്കെ പിന്നെ LDFിൽ തന്നെ തൊട്ടുമല്ലാതെ അവർ ചിലപ്പോൾ UDFിലേക്ക് പോകാൻ സാധ്യതകളില്ല. അപ്പം അങ്ങനെ ഓരോ പാർട്ടികളെയും ഇത്തരത്തിൽ, അതായത് വലിയ പാർട്ടികൾ ഒതുക്കിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ ശശീന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ CPM-ലേക്ക് ചേരാനുള്ള സാധ്യതകളുണ്ടാവും. എല്ലാവരും പോയിന്ന് വരില്ല, ചില ആളുകൾ പോകാം. മനസ്സിലായി? ചില ആളുകൾ ചിലപ്പോൾ മറ്റു പല പാർട്ടികളിലും ചേക്കേറാനും സാധ്യതയുണ്ട്. അതിൽ പലരും, ഇപ്പോൾ ഞാൻ പറയുന്നത് അതിലൊട്ടനവധി ആളുകൾ ഇതെന്താണെന്ന് അറിയട്ടെ എന്നിട്ട് വരാം. ഞങ്ങൾക്ക് NCP തന്നെയാണ് വലുത്. ഞാൻ പ്രത്യേകിച്ച് NDAയുടെ കൂടെ പോകാത്തതുകൊണ്ടും അത്തരത്തിൽ നല്ല ബന്ധങ്ങൾ പുലർത്തിപ്പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇതിൻ്റെ ഔട്ട്കം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പം നടി ഹണി റോസുമായിട്ടും പ്രമുഖ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി നിലനിൽക്കുന്നതാണ്. അതുമായിട്ടൊന്നുകൊണ്ട് മറ്റു കാര്യങ്ങളല്ല ചോദിക്കുന്നത്. എന്നാലും ഈ നടിക്കെതിരെ കുറേ നാളുകളായിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ അശ്ലീല കമൻറ്റുകളായിരുന്നു വന്നത്. എന്നാൽ 2-3 ദിവസമായിട്ട് പോലീസ് നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ കുറഞ്ഞു. അതായത് ഇവിടെ പോലീസ് നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത്രയും സെൻസേഷണലായിട്ടുള്ള ഇഷ്യൂവിലാണ് പോലീസ് നടപടിയെടുക്കുന്നത്. എത്രയോ സ്ത്രീകൾ, എത്രയോ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊന്നും സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ ഈ ജാഗ്രതയില്ലല്ലോ. അതിനെപ്പറ്റി എന്താണ് എനിക്ക്? മാധ്യമങ്ങളുടെ ഒരു ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ആഭ്യന്തര വകുപ്പ്. അല്ല, അങ്ങനെ തന്നെയാണല്ലോ. മാധ്യമങ്ങളാണ് ഇത്തരം വിഷയങ്ങളെല്ലാം പൊക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളതിലും ഇത് വരുമ്പോൾ അവിടെ ഗവൺമെൻറ് അതിനനുസരിച്ച് എന്തെങ്കിലും ചില കാട്ടിക്കൂട്ടുക എന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടത്. കാരണം എന്താണെങ്കിൽ ഇപ്പോൾ
അതുകൊണ്ട് ഈ കേസ് എവിടെയെത്തും അതെ, എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അതിൽ തന്നെ 2 നിലയ്ക്കുള്ള ഡിബേറ്റുമുണ്ട്. അതെ, ഈ ആ വ്യക്തിയെക്കുറിച്ചും ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും അതെ, പല ആളുകൾക്കും വളരെ തെറ്റായ രീതികളാണ്, അത് ശരിയല്ല എന്നുള്ളതുണ്ട്. അതെ, ഹണി റോസിനെ കുറിച്ചും അതുപോലെ തന്നെ അതെ, മാധ്യമങ്ങളിൽ വരുന്ന അല്ലെ ചാനൽ ചർച്ചകളിൽ അവരെക്കുറിച്ചും ഒരു പരിധി വിട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് അവരുടെ എന്നുള്ള നിലയ്ക്കും വരുന്നുണ്ട്. ചാനൽ ചർച്ചകളിലോ ബാക്കി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കേസിൻ്റെ മെറിറ്റിലാണ് പ്രശ്നം. ഒരു കേസ് ചാർജ് ചെയ്യുന്നതുകൊണ്ട് അയാളെ ശിക്ഷിച്ചോളണമെന്നില്ല. അപ്പോൾ കോടതികളുടെ ഇതിൽ വരും ദിവസങ്ങളിൽ അയാൾക്കുള്ള തെളിവുകളും ബാക്കിയും വന്ന് മറ്റത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇതും ഈ അന്തിച്ചർച്ചയ്ക്കും ബാക്കിയുള്ളതിനുള്ള ഒരു അവസരമായിട്ട് മാറ്റും. അതിനപ്പുറം ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാറ്റങ്ങൾ ആവശ്യമാണ്. ഇത്തരം തെറ്റായ പ്രവണതകൾ പാടില്ല. അതിപ്പോൾ എന്ത് മാർക്കറ്റിങ്ങിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണെങ്കിലും. അതെ, ഇവിടെ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടതിന് ശേഷം പ്രതികളെ ശിക്ഷിക്കപ്പെട്ടു. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ പുറത്തേക്ക് വരുന്നു, ജാമ്യം കിട്ടി. അവിടെ സ്വീകരിക്കുവാൻ ചെല്ലുന്നത് PK ശ്രീമതിയെ പോലെയുള്ള, ദിവ്യയെ പോലെയുള്ള CPMൻ്റെ നേതാക്കന്മാരാണ്. CPM എന്താണ് പൊതുസമൂഹത്തിലൂടെ ഇതോടെ പറഞ്ഞു വെക്കുന്നത്? അല്ല, ദിവ്യ സ്വീകരിക്കാൻ പോയാലും തെറ്റൊന്നുമില്ല. ദിവ്യയെക്കുറിച്ച് ദിവ്യ പുറത്തിറങ്ങിയപ്പോഴും ഇതേപോലെ സ്വീകരിക്കാൻ, ഇപ്പോൾ ദിവ്യ ആദ്യം തന്നെ സ്വീകരിക്കാൻ പോകേണ്ടതാണ്. മനസ്സിലായോ? പക്ഷേ ഒരു മുൻ മന്ത്രിയും മുൻ MP ഒക്കെ ആയിട്ടുള്ള ശ്രീമതി ടീച്ചർ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പല കേസുകളിലും മറിച്ചുമുണ്ടല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ അവിടെ മറ്റുള്ള പാർട്ടികൾ ഇതേപോലെ ശിക്ഷിക്കപ്പെടുമ്പോൾ മറ്റുള്ള പാർട്ടികളും ഇതുപോലെ പോയിട്ട് അവർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ജനം നോക്കും. അതെ, അപ്പം എന്തുകൊണ്ട് ഈ CPM മാത്രം ചെയ്യുന്നുള്ളതിൽ അതവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. ജനങ്ങളുടെ മുന്നിൽ അത് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കുറച്ചൊക്കെ സംയമനം പാലിക്കണം. അതിന് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരട്ടെ, കോടതികളുടെ വിധികൾ അനുസരിച്ച് നോക്കാം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കുറേ ഇതുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ വൈരാഗ്യത്തിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല കൊലകളും ബാക്കിയും വരുന്നത്. അത് 2 കൂട്ടർക്കും, ഇപ്പം നേരത്തെ CPM-ഉം RSSും തമ്മിലായിരുന്നു, BJP-യുമായിട്ടുള്ള ഇതായിരുന്നു. ഇന്നത് കോൺഗ്രസുമായിട്ടുള്ളതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ സമീപനം എടുക്കണം. മാത്രമല്ല, ഒരു രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി കൊല ചെയ്യുന്നതിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഞാൻ കാണുന്നത് ഇത്തരത്തിലുള്ള ആളുകളിൽ, ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ആളുകളെല്ലാം ഡ്രഗ്സിൻ്റെ ഈ അടിമകളായും മറ്റും വന്നിട്ടുള്ള എന്തിനും തയ്യാറായിട്ട് പോകുന്ന കുറേ വ്യക്തികളാണ്. അവരെയാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്കാണ് ഈ നഷ്ടങ്ങൾ വരുന്നത്. അത് മനസ്സിലാക്കാൻ അവർക്കും ബോധമില്ല. പത്തനംതിട്ടയിൽ ഒരു കായിക താരമായ ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ 64ഓളം ആളുകളാണ് ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. മണിക്കൂറുകൾ പിന്നെടുക്കുന്നു. കേരളത്തിലെ ഒരു മുഖ്യധാരാ പാർട്ടിയുടെയും വനിതാ സംഘടനയോ വനിതാ നേതാക്കന്മാരോ ഒന്നും അതിനകത്ത് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാകും അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകാതെ പോകുന്നത്? 62 പേരുടെ പേരിലാണ് കേസ് ഇട്ടിരിക്കുന്നത്. ആ 62 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ സമൂഹമാണ്, വലിയ വോട്ട് ബാങ്കാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ വോട്ടാണ് നോക്കുന്നത്, അല്ല ആ കുട്ടിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ ഇതിന് പോലും വലിയ കോളിളക്കം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് അത്തരത്തിൽ പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഏതും വോട്ട് ബാങ്കിൻ്റെ നോക്കിയിട്ടാണ് പ്രതികരണങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇതിനനുസരിച്ച് അവരാരും പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അതിലേക്ക് മാറിക്കഴിഞ്ഞു. ആ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവണം. പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ക്യാമ്പസുകളും സർവകലാശാലകളുമാണ് പൊതുവെ വാർത്തകളിലും സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധ ലഭിക്കുന്നത്. ഈ വ്യാവസായിക തൊഴിൽ വകുപ്പിൻ്റെ കീഴിലുള്ള ITകൾ, പോളിടെക്നിക് കോളേജുകൾ, ഇവിടെയൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യാതൊരു സമൂലമായ മാറ്റങ്ങളും നടക്കുന്നില്ല. ഇത്തരം ക്യാമ്പസുകൾ, ഇപ്പം 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് +1 സീറ്റ് കുറവാണെന്ന് പറയുന്നത്, എന്നാൽ ITകളിലും പോളിടെക്നിക്കുകളിലും സീറ്റുകൾ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നു. എന്താകും നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ അവസ്ഥയിലാകാൻ കാരണം? അല്ല, ഇപ്പോൾ പോളിടെക്നിക്കിൻ്റെയും ITയുടെയും കാര്യങ്ങളെടുത്താൽ അത് കുറേ വർഷങ്ങളായിട്ടുള്ള കൺവെൻഷണൽ പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ സിവിലുണ്ട്, മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലംബർ, അല്ലെങ്കിൽ ഇത് വയർമാൻ, ഇങ്ങനത്തെ ചില, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, ഇങ്ങനത്തെ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ, സ്കിൽ സെറ്റാണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ സ്കിൽ സെറ്റിനാവശ്യമായ ചേഞ്ചസ് കരിക്കുലത്തിലടക്കം കൊണ്ടുവന്നുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേരളത്തിലെ പോളിടെക്നിക്കുകളോ അല്ലെങ്കിൽ ഇത് വന്നിട്ടില്ല. അവർ ചില സ്കിൽ സെറ്റിൻ്റെ പ്രോഗ്രാംസിൻ്റെ കൂടെ അഡീഷണൽ കൊടുക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ പുതിയ കോഴ്സുകൾ അവർ കൊണ്ടുവരാൻ തയ്യാറല്ല. അത് വന്നെങ്കിൽ മാത്രമേ ഈ ആളുകളുടെ ഇത്തരത്തിൽ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പുറത്തോട്ട് പോകുന്നതിന് ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതിവിടെ നടക്കുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണ്, 2014 ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വന്നപ്പോൾ പോളിടെക്നിക്കുകളിലെ കരിക്കുലം ചേഞ്ച് ചെയ്യുന്നതിനും ഈ പുതിയ ടെക്നോളജിക്കലായിട്ടുള്ള അത്തരം കോഴ്സ് കൊണ്ടുവരുന്നതിനും വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഓരോ സ്റ്റേറ്റിലെയും 2-3 പോളിടെക്നിക്കുകൾ പ്രൈവറ്റുള്ളവരാണ് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. കാരണം ഗവൺമെൻറ്റിലാവുമ്പോൾ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റിലുള്ള ആളുകൾ, അതിനൊരു ഏജൻസി, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഏജൻസി അത്തരത്തിൽ ഏറ്റെടുത്ത്, എനിക്കറിയാവുന്ന ഒരാളായിരുന്നു, എന്നെ വിളിക്കുകയും പ്രൈവറ്റ് സെക്ടറിലുള്ള പോളിടെക്നിക്സിന് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പ്രോജക്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു അന്ന് 2-3 കോടി വീതം കൊടുത്തിരുന്നു കംപ്ലീറ്റ് അവർ ഇതിൻ്റെ പ്രോജക്റ്റ് നടത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന്. അങ്ങനെ ഞാൻ അന്ന് JDTയിലും അതുപോലെ തന്നെ തിരൂർ പോളിടെക്നിക്, നമ്മുടെ ആലപ്പി കാർമൽ പോളിടെക്നിക്, ഇവരുമായിട്ട് എൻ്റെ ചില ബന്ധങ്ങളുടെ പേരിൽ അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ച് ഇവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരു എഡ്യൂക്കേഷനിലുള്ള ആളെന്നുള്ള എനിക്ക് എന്നോട് വേണമെങ്കിൽ ഇത് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. കാരണം ഇതിനകത്ത് അറിയാലോ, ഈ ഇത്തരം ഇത് ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് ഈ മണി ഇൻവോൾവ്മെൻറ്റും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്, ഈ ഏജൻസികൾക്ക് പല താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് തന്നെ ചെയ്തോളാൻ പറഞ്ഞിട്ട് അവരുമായിട്ട് കൂട്ടി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സെൻട്രൽ സ്കീംസ് ഒത്തിരി ഉണ്ട്, പക്ഷേ ഇതൊന്നും ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് വരുന്നത്, ശരിക്കും സർക്കാരാണത് ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് പോളിടെക്നിക്, ഗവൺമെൻറ് ITയിലും ഇത്തരത്തിലുള്ള കൊണ്ടുവരണം. അത് ഇങ്ങനെ ഈ അപ്ഡേഷൻ, ഇതുപോലത്തെ കരിക്കുലം അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മളിവിടെ എത്തി നിൽക്കുന്നപ്പോൾ ഞാൻ ജർമ്മനിലൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് CAയുടെ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള ആളാണ്. അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ. കാരണം ഇപ്പോൾ മെഴ്സീഡസ് ബെൻസ്, അതുപോലെ തന്നെ വോക്സ് വാഗൻ, BMW, ഇതെല്ലാം ജർമ്മൻ പ്രൊഡക്ട്സാണ്. അവിടുത്തെ ഒരു സിസ്റ്റം എന്താണെങ്കിൽ, അവിടെ പോളിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഈ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾ ഓരോ വർഷവും ഈ വരുന്ന ചേഞ്ചസ് പഠിക്കുന്നതിന് അവർക്കൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ഓരോ വർഷം ഒരു എഗ്രിമെൻറ്റ് പുതുക്കണമെങ്കിൽ ഈ പറയുന്ന ട്രെയിനിങ് സെൻറ്ററിൽ പോയി എന്ത് മാറ്റമാണോ ആ മാറ്റത്തിൻ്റെ ഒരു 1 വീക്കോ 2 വീക്സോ 1 മന്തിൻ്റെയൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ്, അത് പെയ്ഡാണ്, കമ്പനി തന്നെ അതിന് പേ ചെയ്യുന്നുണ്ട് അവർക്ക്. അവിടെ താമസ സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൂടിയാണ്. അത് കഴിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ അവർ എഗ്രിമെൻറ്റ് പുതുക്കുള്ളൂ, അവർക്ക് ലീവും എന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വർഷം നടത്തുക പറയുമ്പോൾ നമുക്ക് ഊഹിച്ചൂടെ, ഒരു വോക്സ് വാഗനിൽ ഒരു കാറ് നിർമ്മിക്കുന്ന 36 മണിക്കൂറുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ട്രയൽ റൺ വരെ കഴിഞ്ഞിട്ട് മറ്റേ വെയർഹൗസിലേക്ക് പോകുന്നത് 36 ഹവേഴ്സിനുള്ള, നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇത്തരത്തിൽ ഓരോ ഏരിയയിലും വരുന്ന, ഇപ്പോൾ എയർ കണ്ടീഷനിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ വൈപ്പറിലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എഞ്ചിൻ്റെ ആയിരിക്കും, ഇതിൻ്റെ ഓരോ ഇതിലും വരുന്ന ആ ക്വാളിഫൈഡ് ഹാൻഡ്സിനെ കംപ്ലീറ്റ് ഓരോ വർഷത്തിലും ഒരു ട്രെയിനിങ് നടത്തണം. നമുക്ക് അങ്ങനത്തെ സിസ്റ്റം ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടാവും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോ റോബോട്ടിക്സിലോ അല്ലെ അതുപോലത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ കോഴ്സ് ഇവിടെ ഡിപ്ലോമയിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടേക്കേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് എംപ്ലോയബിലിറ്റി കൂടുകയാണ്. അത് നമ്മുടെ അവിടെ ഇല്ല, ഇതാണ് പ്രശ്നം. കഴിഞ്ഞ നിലപാടിൽ അങ്ങ് പറഞ്ഞിരുന്നു, പുതുവർഷത്തിൽ ഒരു പുതിയ മുന്നേറ്റം അഴിമതിക്കൊക്കെ എതിരെ അങ്ങോട്ട് നിർത്തി ആരംഭിക്കുന്നു. പറഞ്ഞതുപോലെ ട്രയാങ്കിൾ എന്ന രീതിയിൽ വലിയൊരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുകയുണ്ടായി. അതിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് വേദി ജിജി തോംസൺ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ യാത്രയിലേക്കുള്ള തുടക്കമാണ് ഇപ്പോൾ ട്രയാങ്കിൾ ആരംഭിക്കുന്നതെന്നാണ്. ഇതൊരു വലിയ യാത്രയല്ലേ? ഒരു സംശയം വേണ്ട. അതായത് കേരളത്തിനൊരു മാറ്റം ഉണ്ടാക്കുക. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ എങ്ങനെയും 30 ലക്ഷം 40 ലക്ഷം കൊടുത്ത് ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ പോലും, അവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിംഗ് ആയിരിക്കും, അവിടെ പോയെങ്കിലും ആ ക്വാളിഫിക്കേഷൻ നേടി
പുറത്ത് എവിടെയെങ്കിലും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഈ ലോൺ എടുത്ത് പോകുന്നത്. പക്ഷേ അവിടെ പോയി പഠിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ജോലി കിട്ടുമെന്നുള്ളതാണ് വേറെ കാര്യം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല. പുറത്തും ഇന്ന് മറ്റുള്ള പ്രത്യേകിച്ച് ഈ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൊന്നും അത്തരത്തിലുള്ള ജോലികൾ സാധ്യതകളില്ല. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ വരെ മാറി നിൽക്കുകയാണ്. കാരണം അവിടുത്തെ എക്സസ് വന്നുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറയാണ്. ഇപ്പോൾ ജർമ്മനിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ചില ഏരിയാസിലൊക്കെ കുറച്ച് എംപ്ലോയ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പല മേഖലകളിലും നമുക്കിവിടെ ടൂറിസവും അല്ലെങ്കിൽ ആയുർവേദ ഇത്തരം മേഖലകളിലൊക്കെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും വികസിപ്പിച്ചെടുത്തുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അതൊക്കെ ഓരോ എൻ്റർപ്രണേഴ്സ് അവരുടേതായിട്ടുള്ള ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അവസരങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ അഴിമതിക്കെതിരെ നല്ലൊരു പോരാട്ടം നടത്തിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ മനസ്സ് തുറക്കണം. അതായത് ഇവിടെ ഭരിക്കുന്ന മന്ത്രിമാർക്കൊന്നും ഇഷ്ടപ്പെടാനില്ല. മനസ്സിലായി? സാധാരണക്കാരാണ് ഇവിടെ ബുദ്ധിമുട്ടുന്നത്. ആ സാധാരണക്കാരന് അവൻ്റെ ടാക്സും ബാക്കിയുള്ള എല്ലാം വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങളാകുമ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾക്ക് കൃത്യമായി ഒരു സൊല്യൂഷൻ കാണേണ്ടതുണ്ട്. അതിനുള്ള ബേസിക് വർക്കാണ് ട്രയാങ്കിളിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ഒട്ടനവധി ആളുകളുണ്ട് ഈ മേഖലയിൽ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയ റിസർച്ചിൻ്റെ ഭാഗമായി ഒരു 100-ലധികം ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തത്. ആ ഏരിയയിലുള്ള മാറ്റങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഈ മാറ്റം വന്നെങ്കിൽ മാത്രമേ അത് ഒരു ഗവൺമെൻറ്റിനെതിരല്ല. അത് ഏത് ഗവൺമെൻറ്റാണ്, ഇപ്പോൾ LDF, UDF അല്ലെ NDA എന്നല്ല, ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ് ഇനിയുള്ള വർഷങ്ങളിൽ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇത്തരം മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നെങ്കിലേ പറ്റുള്ളൂ. അതിനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഏതായാലും അങ്ങേക്കും അങ്ങയുടെ പുതിയ മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ കണ്ണും കാതും തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് NCP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി പറഞ്ഞു വെക്കുന്നത്. അടുത്ത വാരം പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.